എന്തക്രമമായി കാണിക്കുന്നേ? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? എന്റെ പേരൊന്നും ചെയ്യല്ലേ. പിന്നെ നിന്റെ ഒരു കുഞ്ഞ് എവിടേക്കെങ്കിലും പൊയ്ക്കോ. ആ ഇന്ദ്രജയുടെ അടുത്തേക്കോ ഏതെങ്കിലും നരകത്തിലേക്കോ പോ. നാശം. ആ വൃത്തികെട്ടവളുടെ അടുത്തേക്ക് ചെല്ലും. രാമഭദ്രന്റെ ഒരു പിടി ചാരമെങ്കിലും കാണാനുള്ള അവസരം ഞങ്ങൾക്ക് താ. അങ്ങാടി തോറ്റേന് അമ്മയുടെ നേരെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ദ്രജിത നായ്ക്ക് പേ പിടിച്ചേന് എന്റെ കുഞ്ഞെന്ത് പിടിച്ചു? അമ്മേ, രാമേട്ടന്റെ മരണത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിന് പാവപ്പെട്ട എന്റെ ഈ വല്യേട്ടന്റെ കുഞ്ഞെന്ത് തെറ്റാ ചെയ്തത്? ഈ നാശം പിടിച്ചവള് കാരണമല്ലേ ഇന്ദ്രജ ഈ ദുഷ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. അമ്മ, ഇന്ദ്രജ കാണിക്കുന്നതൊക്കെ അവസരം മുതലാക്കാനാ. അവള് മീനാക്ഷി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലേ അത് മീനാക്ഷിയോടുള്ള വാത്സല്യം കൊണ്ടൊന്നുമല്ല, നമ്മൾ ചെമ്പകമംഗലക്കാരെ തോപ്പിക്കാൻ വേണ്ടിട്ടാ. ഈ തറവാടിന് ഈ നാശങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് ഇവൾ ഒറ്റ ഒരുത്തിയെ. ഒരു കാര്യം ഞാൻ പറയാം. കണ്ട സിദ്ധനും ജോത്സ്യനും മന്ത്രവാദിയൊക്കെ പറയുന്ന കേട്ട് ഇവിടെ ആരും തുള്ളാൻ നിൽക്കണ്ട. രാമേട്ടന് ഇല്ലാതായ ദുഃഖം ഉൾക്കൊണ്ട് തന്നെ പറയാ. ഇവള് എന്റെ വല്യേട്ടന്റെ മോള. അവളുടെ ഭർത്താവോട് നിപ്പുണ്ട്. അവനുള്ളപ്പോ എന്റെ ഇടപെടലിനൊരു പരിധിയുണ്ട്. മരിച്ചുപോയ മകനോട് ചെയ്ത പോലെ നീ ഈ കുഞ്ഞിനും ഇരിക്കപ്പെടണം വെക്കരുത്. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ ബഹുമിടിക്കല്ലേ നീ? കൊല്ലേ. അതിന്റെ കൂടെ തെക്കുംപുറത്ത് ഈ ഭക്തന് കൂടി ഒരു പട്ടട ഒരുക്കിയേക്കാം. മീനാക്ഷി, ശാപം കിട്ടി അവളെ. നീ നിന്റെ ഭാര്യയായിട്ട് വാഴിച്ച ഈ കുലം വരെ നശിച്ചു പോകും. അതുകൊണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളെ ഈ ചെമ്പകമംഗലത്തെ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഉറച്ച തീരുമാനമാണോ? അതെ. എന്താ സംശയം? ഇഷ്ടപ്പെട്ട പെണ്ണിനെ താലി കെട്ടി കൂടെ കൂട്ടിയത് ഒരുമിച്ച് ജീവിക്കാനാ, അല്ലാതെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനൊന്നുമല്ല. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. നിനക്ക് പ്രത്യേകിച്ച് എന്ത് തീരുമാനം? എന്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കുന്നു? ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നു. ഇരിക്കൂ അമ്മ, ഇരിക്കേ. ഞാനവന്റെ അമ്മയുടെ അമ്മയാ. ഞാൻ അമ്മാവൻ, ഇതെന്റെ ഭാര്യ. ഞാനിപ്പോ പറയാൻ പോകുന്നത് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളാ. അതായത് കാർത്തിക് ഇപ്പോ കാണിക്കുന്നത് കോമയുടെ ലക്ഷണങ്ങളാ. 24 അവേഴ്സിനുള്ളിൽ ബോധം തെളിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. കോമാന്ന് പറഞ്ഞാൽ അറിയാലോ, പേഷ്യന്റ് എപ്പോ ഉണരുന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാവാം, ഒരു മാസം കഴിഞ്ഞാവാം, ഒരു വർഷം കഴിഞ്ഞു ആവാം.
ചിലപ്പോ ഉണർന്നില്ല എന്നും വന്നേക്കാം. ഇനി ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ആരെയും ഓർമ്മയുണ്ടാവണമെന്നുമില്ല. ഇതെന്താ ഡോക്ടർ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? അത് അന്നത്തെ ആക്സിഡന്റിൽ അയാളുടെ തലയ്ക്ക് ഒരു ക്ഷതം ഏറ്റിട്ടുണ്ട്. തലയ്ക്കുള്ളിലായതുകൊണ്ട് ആ ഇഞ്ചുറി അന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ സ്കാനിങ്ങിലാ അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞത്. ആക്സിഡന്റിലായി പേഷ്യന്റിനെ അന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോ അന്ന് നിങ്ങൾ ഇതൊക്കെ പരിശോധിച്ചതല്ലേ? അന്നെന്താ ഇതൊന്നും കണ്ടുപിടിക്കാറുന്നത്? അത് നിങ്ങളുടെ നിരുത്തരവാദിത്വം, അശ്രദ്ധ. വിലയേറിയ എത്ര മനുഷ്യജീവനുകളാ ഇതുപോലെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാവുന്നത്. അന്ന് സ്കാൻ ചെയ്തപ്പോ അതിനകത്ത് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്കിതുപോലെ പറഞ്ഞ് കൈയൊഴിയാ. ഒലിഞ്ഞു പോകുന്ന 10,000-കണക്കിന് ജീവനുകൾ പോലെ തന്നെ ഇതും അത്ര തന്നെ. പണ്ടൊക്കെ ഡോക്ടർ എന്ന് പറഞ്ഞാ ദൈവതുല്യരാണെന്നർത്ഥം. ഇപ്പോ അല്ലെങ്കിലും ഇതൊന്നും ആതുരാലയങ്ങളല്ലല്ലോ, ബ്ലേഡ് കമ്പനി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള മറുപടി പറയാനോ തർക്കിക്കാനോ ഞാനില്ല. അപ്പോ അപ്പോ എന്റെ കുഞ്ഞ് അവന് ഉണരില്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരു മുന്നറിയിപ്പ് തന്നു, അത്രമാത്രം. പേഷ്യന്റിന് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേ. പേഷ്യന്റിന് നല്ല കെയർ ആവശ്യമുണ്ട്. തൽക്കാലം എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവണം. പേഷ്യന്റിന്റെ ഭാര്യ വന്നില്ലേ? ICUവിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് വിളിപ്പിക്കും. അപ്പോൾ ഒരാൾ വേണം. അത് ഭാര്യയായാൽ നല്ലത്.